1914 ഡിസംബർ 5 സൗത്ത് ജോർജിയയിൽ നിന്ന് 27 ക്രൂ അംഗങ്ങളുമായി എൻഡ്യൂറൻസ് എന്ന കപ്പൽ അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെട്ടു. സർ ഏണസ്റ്റ് ഷാക്കിൾട്ടൺ ആയിരുന്നു പര്യവേക്ഷണ നേതാവ്. അന്റാർട്ടിക്കയിലെ വെഡൽ കടൽ തീരത്ത് ഒരു അടിത്തറ സ്ഥാപിക്കാനും തുടർന്ന് ഭൂഖണ്ഡത്തിന്റെ മറുവശത്തുള്ള റോസ് കടലിലേക്ക് പോകാനുമായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ആ യാത്ര അധികനാൾ നീണ്ടില്ല. അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ കടലിലെ മഞ്ഞുപാളികൾക്കിടയിൽപ്പെട്ട് എൻഡ്യൂറൻസ് എന്ന കപ്പൽ നിശ്ചലമായി. 27 ക്രൂ മെമ്പേഴ്സുമായി ആ കപ്പൽ ഒരു ചോക്ലേറ്റ് ബാർ നടുവിലുള്ള ബദാം പോലെ അങ്ങനെ മരവിച്ച് നിന്നു എന്നാണ് കപ്പലിലെ ക്രൂ മെമ്പറായ തോമസ് ഓർഡേലീസ് പറഞ്ഞത്. എന്ത് ചെയ്യുമെന്നറിയില്ല, കാത്തിരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. 9 മാസത്തെ മഞ്ഞുവീഴ്ചയ്ക്ക് ശേഷം അവർ ആ കപ്പൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആകെയുണ്ടായിരുന്ന ഭക്ഷണവും മറ്റും എടുത്ത് 2 ലൈഫ് ബോട്ടുകളിലായി അവർ യാത്ര തിരിച്ചു. ജനവാസമില്ലാത്ത എലിഫന്റ് ഐലൻഡിലേക്കാണ് അവർ ആദ്യം പോയത്. അപ്പോഴേക്കും കേടുപാടുകൾ സംഭവിച്ച എൻഡ്യൂറൻസ് എന്ന കപ്പൽ പൂർണ്ണമായും തകർന്നിരുന്നു. എല്ലാവരും ക്ഷീണിതരായിരുന്നു. ചിലർക്ക് രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായി, മറ്റു ചിലർ മാനസിക നില വരെ തെറ്റിയ അവസ്ഥയിലായി. അങ്ങനെ ഏപ്രിൽ 15 അവർ എലിഫന്റ് ഐലൻഡിൽ എത്തിച്ചേർന്നു. ഏകദേശം 500 ദിവസങ്ങൾക്കുള്ളിൽ ആദ്യമായാണ് അവർ ഒരു ഉറച്ച നിലത്ത് നിൽക്കുന്നത്. അതിജീവനത്തിന്റെ അസാധാരണമായ ഒരു നേട്ടമായിരുന്നു അത്. പക്ഷേ അവരുടെ ഇതിഹാസ യാത്ര അപ്പോഴും അവസാനിച്ചിട്ടില്ലായിരുന്നു. ഇവരെ രക്ഷിക്കാൻ കപ്പലിന്റെ ക്യാപ്റ്റനായിരുന്ന ഏണസ്റ്റ് ഷാക്കിൾട്ടൺ തന്നെ ഇറങ്ങി തിരിച്ചു. കൂടെ 3 പേരെയും കൂട്ടി. അദ്ദേഹം ഉൾപ്പെടെ മൊത്തം 4 പേരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. സൗത്ത് ജോർജിയ ലക്ഷ്യമാക്കിയായിരുന്നു ഇവരുടെ യാത്ര. അങ്ങനെ ഏകദേശം 2 വർഷങ്ങൾക്കുള്ളിൽ സൗത്ത് ജോർജിയയിൽ ചെന്ന് വേണ്ട സഹായങ്ങളൊക്കെ നേടിയെടുത്ത് ഷാക്കിൾട്ടനും സംഘവും കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുത്തി. 1919 ഷാക്കിൾട്ടൺ ഈ അനുഭവങ്ങളൊക്കെ വെച്ച് എഴുതിയ പുസ്തകത്തിൽ സൗത്ത് ജോർജിയയിലെ പർവ്വതങ്ങളുടെയും ഹിമവാനുകളുടെയും ഒക്കെ മുകളിലൂടെ നടക്കുമ്പോൾ തങ്ങൾ 4 പേരല്ല, തങ്ങളുടെ 5ാമതൊരാൾ കൂടി ഉണ്ടെന്നൊരു തോന്നൽ വന്നിട്ടുള്ളതായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് കൊടുന്തണുപ്പിൽ എപ്പോൾ വേണേലും മരിക്കാമെന്ന ചിന്ത മനസ്സിൽ വന്നപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെ ഒരാൾ ആത്മവിശ്വാസം നൽകിയും പ്രചോദനം നൽകിയും കൈപിടിച്ചുയർത്തി കൂടെ ഒരാൾ നടക്കുന്നുണ്ടൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ഈ ഒരു അവസ്ഥയെപ്പറ്റി അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ നിരവധി പേരാണ് സമാനമായ അവസ്ഥ തങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്നത്. അതിൽ കൂടുതലും സാഹസിക യാത്രക്കാർ തന്നെയായിരുന്നു. ബ്രിട്ടീഷ് ആർമി ഓഫീസറായ ടി.ഇ. ലോറൻസ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ഓട്ടോമൻ എംപയറിനെതിരെ അറബ് സേനയെ നയിച്ചപ്പോൾ സമാനമായ അനുഭവം തനിക്കും ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോത്സാഹനവും ഉപദേശവും നൽകുന്ന ഒരു ശബ്ദം കേട്ടതായി അദ്ദേഹം വിവരിച്ചു. അതേപോലെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് തനിക്ക് മാർഗനിർദ്ദേശവും പ്രചോദനവും നൽകിയ നിഗൂഢമായ ഒരു ശബ്ദം കേട്ടതായി അമേരിക്കൻ ജനറൽ ജോർജ് എസ് പാറ്റൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൂണാർ സർഫസിൽ തന്റെ ആദ്യ ചുവടുകൾ വെക്കുമ്പോൾ പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും നൽകുന്ന ഒരു ശബ്ദം കേട്ടതായി ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ്ങും വിവരിച്ചിട്ടുണ്ട്. ചിലർ ശബ്ദം മാത്രമല്ല, തങ്ങളെ സഹായിക്കാൻ ഒരിടത്തു നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതായി വരെ കണ്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അപകടകരമായ അവസ്ഥയിൽ, ഒരു സർവൈവിംഗ് സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു അജ്ഞാത ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ, നമ്മുടെ പുറകിൽ നിന്ന് നമ്മുടെ കാതുകളിൽ അവ നമുക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഏത് അവസ്ഥയിലാണേലും അവ നമ്മെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കും. അത്രയും നേരം ആ അജ്ഞാത ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്ന് തന്നെ തോന്നും. എന്നാൽ ആ ഒരു അപകടനില നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആരാണ് നമ്മളറിയാതെ നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ആ ശക്തി? ഒരു പക്ഷേ ഇതൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറിൽ നിന്ന് വരുന്നതാണെങ്കിലും ചിലർ ഇങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചിലർ ഇതിനെ ദൈവികമായിട്ടും കാണുന്നുണ്ട്. എന്നാൽ ശാസ്ത്രലോകം ഇങ്ങനെ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് തേർഡ് മാൻ സിൻഡ്രോം. അതെ, എന്താണ് തേർഡ് മാൻ സിൻഡ്രോം? തേർഡ് മാൻ സിൻഡ്രോമിനെ പറ്റി നിരവധി എക്സ്പ്ലനേഷൻസ് ആണ് സ്പിരിച്വലായും സയന്റിഫിക്കായും ഉള്ളത്. സ്പിരിച്വൽ എക്സ്പ്ലനേഷൻസിൽ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ദൈവിക ഇടപെടൽ എന്നും അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ആയിരിക്കാം എന്നുമൊക്കെ പറയുന്നു. എന്നാൽ സയൻസ് പറയുന്നത് ഇതൊരു ഓഡിറ്ററി ഹാലൂസിനേഷൻ, കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ്, സൈക്കോജനിക് എക്സ്പ്ലനേഷൻ എന്നിവയാകാമെന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കടുത്ത ക്ഷീണം, തളർച്ച, ഇന്ദ്രിയങ്ങളുടെ തളർച്ച ഇവയൊക്കെ കാരണം ഉണ്ടാകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മെ കടുത്ത സമ്മർദ്ദങ്ങളിൽ നിന്നോ അപകടങ്ങളിൽ നിന്നോ രക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സർവൈവ് ചെയ്യിപ്പിക്കാൻ ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആയോ ഒക്കെ ഗവേഷകർ ഇതിനെ കണക്കാക്കുന്നു. 2006 പുറത്തിറങ്ങിയ ദ ഗാർഡിയൻ, അതേപോലെ 2013 പുറത്തിറങ്ങിയ ഗ്രാവിറ്റി എന്നീ മൂവീസിൽ തേർഡ് മാൻ ഫാക്ടറിന്റെ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. എക്സ്പ്ലനേഷൻസ് ഒരുപാടുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതും അതുപോലെ തന്നെ കൗതുകരമായ ഒരു പ്രതിഭാസം തന്നെയാണ്.
കൃത്യമായ കാരണം ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തേർഡ് മാൻ സിൻഡ്രോമിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇതുപോലൊരു അവസ്ഥ എന്നേലും അനുഭവിച്ചിട്ടുണ്ടോ?